രാജ്യത്ത് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നടപ്പാക്കി തുടങ്ങി. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകിയ 14 പേർക്കാണ് പൗരത്വം നൽകിയത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത്. തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും മുമ്പ് CAA നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരത്തെ അറിയിച്ചിരുന്നു. 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് 2006 പൗരത്വ ഭേദഗതി ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഈ ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റഫർ ചെയ്തു. അതിന്റെ റിപ്പോർട്ട് പിന്നീട് 2019 ജനുവരി 7 സമർപ്പിച്ചു. പൗരത്വ ഭേദഗതി ബിൽ 16ാം ലോക്സഭ പിരിച്ചുവിട്ടു. കാലഹരണപ്പെട്ട ലോക്സഭ 2019 ജനുവരി 7 പാസാക്കി. ഈ ബിൽ 2019 ഡിസംബർ 9 ആഭ്യന്തരമന്ത്രി അമിത് ഷാ 17ാം ലോക്സഭയിൽ വീണ്ടും അവതരിപ്പിക്കുകയും പിന്നീട് 2019 ഡിസംബറിൽ പൗരത്വ ഭേദഗതി പാസ്സാകുകയും ചെയ്തു. 2014 ഡിസംബർ 30 അതിനു മുമ്പോ ഇന്ത്യയിൽ പ്രവേശിച്ച രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് ഇന്ത്യ പൗരത്വം നൽകുന്നതിനാണ് CAA പാസാക്കിയത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനർ, പാസികൾ, ക്രിസ്ത്യാനികൾ എന്നിങ്ങനെ 6 വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട കുടിയേറ്റക്കാർക്കായി ഈ നിയമം പാസാക്കിയത്. രാഷ്ട്രം രൂപീകരിക്കുന്ന ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് പൗരത്വം നിർവചിക്കുന്നത്. CAA-ക്കെതിരെയായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് 14 അപേക്ഷകൾ അംഗീകരിച്ചത്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല ഇവർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത്. ഓൺലൈൻ വഴി നൽകിയ അപേക്ഷകളാണ് അംഗീകരിച്ചത്. ഡൽഹിയിൽ ബുധനാഴ്ച 300 പേർക്ക് CAA പ്രകാരം പൗരത്വം നൽകുമെന്നും CAA രാജ്യത്തെ നിയമമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതികരിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പാണ് വിവാദ നിയമ വിജ്ഞാപനം ചെയ്തത്. 4 വർഷം മുമ്പ് ബിൽ പാസാക്കിയെങ്കിലും കടുത്ത എതിർപ്പിനെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധങ്ങൾ. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് വന്നവർക്ക് CAA പ്രകാരം പൗരത്വം നൽകുക. അപേക്ഷിക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളും കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നു.